ഹേ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ കൊല്ലത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങളെ പാറുവിൻ്റെ അനുരാജേട്ടൻ്റെ അനശ്വര ജ്വല്ലേഴ്സ് ആൻഡ് ഋതു ഡയമണ്ട്സ് കൊല്ലത്ത് പുതിയ ഷോറൂം നാളെ തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് തന്നെ ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഫസ്റ്റ് റൂമിലേക്ക് വന്ന് മാളൂട്ടീൻ്റെ ഡ്രസ്സൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്ത് ഒന്ന് ഫ്രഷപ്പായി ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് വേണം പാറുവിനെ അനുരാജേട്ടനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ വണ്ടിയിൽ നിന്ന് കിട്ടിയ ഒരു ബ്രോഷറിൽ ഞങ്ങൾ പാറുവിനെ കണ്ടിരുന്നു. പിന്നെ പോകുമ്പോൾ റോഡ് സൈഡിലെ പോസ്റ്ററിലും പാറുവിനെ കണ്ടിരുന്നു. ഹോട്ടലിലെത്തിയപ്പോൾ അവിടുത്തെ ടിവിയിലും പാറു ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ ശരിക്കും പാറുവിനെ കണ്ടുപിടിച്ചു. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ പാറുവിനെ അനുരാജേട്ടനെയൊക്കെ കണ്ടു. ഞങ്ങൾ അവരെ കൂടെ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ല സദ്യയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ മാളൂട്ടിക്ക് സദ്യ വേണം എന്നൊക്കെ പാറുവിനോട് പറഞ്ഞിട്ട് ലാസ്റ്റ് അവൾ കറികളൊന്നും കൂട്ടാതെ ചോറും തൈരും പപ്പടവും മാത്രമൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ സദ്യയിൽ ബോളിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പാറുവിൻ്റെ അനുരാജേട്ടനെ കൂടെ ഷോപ്പിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഫുൾ ക്ലീനിങ്ങിലൊക്കെ ആയിരുന്നു. അപ്പോൾ മാളൂട്ടി പുതിയ കസാരകളൊക്കെ കൊണ്ടുവന്ന് വെച്ചാണ്ടിട്ട് അതിനകത്തുള്ള ബബിൾസ് ഒക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് മാളൂട്ടി ഞാനും തിരിച്ച് റൂമിലേക്ക് വന്ന് മൂവിക്കാക്ക അവിടെ തന്നെ നിന്നു അവരുടെ കൂടെ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നിസയും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ റൂമിലേക്ക് വന്നപ്പോൾ മാളൂട്ടി ഉറങ്ങിയിരുന്നു. അവൾ എഴുന്നേറ്റിട്ട് ആകെ വണ്ടറടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ. അതുവരെ ബൈ ബൈ.